വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനും ആകുന്നു. അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകുകയില്ല. സദൃശവാക്യങ്ങൾ 20:1. ജീവിതത്തിൽ നല്ല തുടക്കം കുറിച്ച അനേകരുണ്ട്. എന്നാൽ അവരുടെ എല്ലാം അവസാനം ശുഭകരമായിരിക്കണം എന്നില്ല. വില്യം കൾബേഴ്സൺ എന്ന ഭക്തൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ജീവിതത്തിൽ നല്ല ഒരു അവസാനം തരേണമേ. എല്ലാം നന്നായി ചെയ്തു എന്ന് കേൾക്കുവാൻ ഇടവരേണമേ. പലരും ദൈവസന്നിധിയിൽ നല്ല തീരുമാനങ്ങൾ എടുക്കും. നല്ല ആരംഭമായിരുന്നു. എന്നാൽ കാലം കഴിയുമ്പോൾ കാലിടറി വീണു പോകുന്നു. അതിനാൽ നല്ല അവസാനം ലഭ്യമാകുന്നില്ല. നമ്മുടെ കർത്താവിൻ്റെ ജീവിതം അവസാനിച്ചത് എങ്ങനെയാണ്? യേശു ക്രൂശിൽ കിടന്ന് പിതാവിനെ നോക്കി പറഞ്ഞു, എല്ലാം നിവർത്തിയായി. എത്ര മനോഹരമായ ഒരു അന്ത്യം ആയിരുന്നു അത്. നോഹ നീതിമാനായിരുന്നു. യഹോവ മഴ പെയ്യിച്ച് ജലപ്രളയത്താൽ ഭൂമി നശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ നോഹ പരിപൂർണമായി വിശ്വസിച്ചവനാണ്. അന്നുവരെ നോഹ മഴ എന്താണെന്ന് കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു. എന്നിട്ടും ദൈവം പറഞ്ഞത് വിശ്വസിക്കുകയും അവയെ അനുസരിക്കുകയും ചെയ്തു. എന്നാൽ കാലങ്ങൾ കടന്നുപോയി. നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി. ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അവൻ അതിലെ വീഞ്ഞു കുടിച്ചു, ലഹരി പിടിച്ചു. തൻ്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങി കിടന്നു എന്ന് ഉൽപ്പത്തി 9:21 വായിക്കുന്നു. കനാന്റെ പിതാവായ ഹാം പിതാവിൻ്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തൻ്റെ 2 സഹോദരന്മാരെയും അറിയിച്ചു. പരസ്യമാക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഹാം ചെയ്തത്. ഹാം നോഹയുടെ നഗ്നതയെ അനാവൃതമാക്കി. എന്നാൽ ശേമും യാഫേത്തും ഒരു വസ്ത്രം കൊണ്ടുവന്ന് പിതാവിൻ്റെ നഗ്നതയെ മറച്ചു. നോഹ ഉറക്കം ഉണർന്നപ്പോൾ ഹാം ചെയ്തതറിഞ്ഞ് നോഹ ഹാമിൻ്റെ തലമുറയെ ശപിച്ചു. കനാൻ ശപിക്കപ്പെട്ടവൻ. അവൻ തൻ്റെ സഹോദരന്മാർക്ക് അധമദാസൻ ആയിത്തീരും എന്ന് പറഞ്ഞു. ശേമിൻ്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ. കനാൻ അവരുടെ ദാസനാകും. ഉൽപ്പത്തി 9:25-26. നോഹ ലഹരി പിടിച്ച് ബോധമില്ലാതെ കിടന്നതാണ് ഒരു തലമുറ ശപിക്കപ്പെടുവാൻ ഇടയായത്. കനാന്യവർഗം അങ്ങനെ ശപിക്കപ്പെട്ടു. മദ്യാസക്തി പലരും പാപത്തിലേക്ക് നയിക്കപ്പെടുന്നു. ജീവിതത്തിൽ പല തകർച്ചകളുടെയും പിൻപിൽ മദ്യവും മയക്കുമരുന്നും കഞ്ചാവും മറ്റ് ലഹരി ഉത്തേജക വസ്തുക്കളുമാണ്. തിരുവചനങ്ങൾ ഇവയുടെ ഉപയോഗത്തെക്കുറിച്ച് താക്കീത് നൽകുന്നു. അവ ഏതെന്ന് നമുക്ക് പരിശോധിക്കാം. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനും ആകുന്നു. അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകുകയില്ല. സദൃശവാക്യങ്ങൾ 20:1. കഷ്ടവും സങ്കടവും കലഹവും ആവലാതിയും വിദ്വേഷവും എവിടെ നിന്ന് വരുന്നു എന്ന് വചനം പറയുന്നു. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്. വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചിച്ചു നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. സദൃശവാക്യങ്ങൾ 23:29 മുതൽ 32 വരെ. മദ്യപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കുകയോ നോക്കുകയോ അരുതെന്ന് വചനം വളരെ വ്യക്തമായി പറയുന്നു. അതികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകി വരികയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം എന്ന് യെശയ്യാവ് 5:11 വായിക്കുന്നു. കൂട്ടുകാരുടെ നഗ്നത കാണേണ്ടതിന് അവർക്ക് കുടിപ്പാൻ കൊടുക്കുകയും
നഞ്ച് കൂട്ടിക്കലർത്തി ലഹരി പിടിപ്പിക്കുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം എന്ന് ഹബക്കൂക്ക് 2:15 പറയുന്നു. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കാം. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. മോഹം ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. റോമർ 13:13-14 വചനങ്ങൾ. കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് 1 കൊരിന്ത്യർ 6:10 നാം വായിക്കുന്നു. വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവീൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-18 വരെയുള്ള വേദഭാഗങ്ങൾ. ജീവിതത്തിൽ വീണു പോകാതിരിപ്പാൻ കർത്താവിന്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി അപേക്ഷിക്കാം. വീണുപോകാതെ ആത്മീയ ഗീതങ്ങളാൽ ദൈവത്തെ സ്തുതിച്ചും നന്ദി പറഞ്ഞും നമുക്ക് മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.